ഹലോ ഗൈസ്, ഐ ആം ആൽബിൻ. വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വ്ളോഗ്. സോ ഗൈസ്, എനിക്കറിയാം ഒരു വ്ളോഗ് ഇട്ടിട്ട് കുറച്ച് നാളായി. സോ ഇന്ന് ഞാൻ കുറച്ച് റഷ്ടാണ്. നമ്മളിന്ന് പ്രോജക്റ്റ് ഹെയിൽ മേരി കാണാൻ പോകുന്ന സിനിമ, ഇംഗ്ലീഷ് സിനിമ, റയാൻ ഗോസ്ലിങ്ങിൻ്റെ പ്രോജക്റ്റ് ഹെയിൽ മേരി എന്ന് പറയുന്ന സിനിമ കാണാൻ പോവാണ്. ആദ്യം ഞാൻ IMAX കാണണമെന്നാണ് വിചാരിച്ചത്. പിന്നെ ചില കാരണങ്ങളാൽ ഞാൻ മാറ്റി വെച്ചു. നമ്മൾ നേരിസ് പ്ലസിലാണ് പോകാൻ പോകുന്നത്. സോ 1 മണിക്കാണ് ഷോ. ഇപ്പോൾ തന്നെ 12:35 കഴിഞ്ഞു. ഇവിടുന്ന് 5 മിനിറ്റുള്ള കേസേ ഉള്ളൂ. പക്ഷേ എൻ്റെ ടെൻഷൻ എന്നെ അനുവദിക്കുന്നില്ല. സോ നമുക്ക് പോകാം ഗൈസ്. ചെറിയൊരു ഷോർട്ട് വ്ളോഗ് ആണോ ലോങ് ആയി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നത്തെ വിഷയം നമ്മൾ ഹെയിൽ മേരി, പ്രോജക്റ്റ് ഹെയിൽ മേരി കാണാൻ പോവാണ്. പലരും പറഞ്ഞ ഒരു വിഷ്വൽ സ്പെക്ടാക്കിൾ ആണെന്നാണ് പറഞ്ഞത്. എൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു. ആദ്യം ഞാൻ അടിച്ചടിച്ചാണ് കണ്ടത്. പക്ഷേ പിന്നീട് ഞാൻ കണ്ടപ്പോൾ ഫൈനൽ ട്രെയിലറും അതിൻ്റെ മെയിൻ ട്രെയിലറും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, വിഷ്വലി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമുക്ക് തിയേറ്ററിൽ പോകാം. ഇനി തിയേറ്ററിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. സോ ഗൈസ് നമ്മളങ്ങനെ തിയേറ്ററിൽ എത്തി. പടം തുടങ്ങാൻ ഇനി 12:50 10 മിനിറ്റ് ഉള്ളൂ. ഞാൻ ഇത്ര ലേറ്റായിട്ട് ഒരു പടത്തിന് വന്നിട്ടില്ല. സോ ഇത് എഡിസ്പ്ലെക്സ് കണ്ടറിയാമല്ലോ, ഇപ്പോഴാണ് നമ്മൾ വന്നിരിക്കണം. എന്തുകൊണ്ട് ഇവിടെ ചൂസ് ചെയ്തത് ഞാൻ പിന്നെ വീഡിയോയിൽ അവസാനം പറയാം. ഇനി മുകളിൽ കയറണം, ഒന്ന് വാഷ്റൂമിൽ പോകണം. വാഷ്റൂമിൽ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് കട കാണിച്ച് കയറണം. ഒന്ന് സെറ്റിലായിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ കാണാം. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർവെല്ലിന് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. സോ ഗൈസ്, തിയേറ്റർ കയറിയപ്പോൾ ചെറുതായിട്ട് ലേറ്റായി. ആഡും കാര്യങ്ങളൊക്കെ കാണിച്ചു. സോ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, നമ്മുടെ റിക്ലൈനറിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തന്നെയാണ്. സോ ഗൈസ്, പിന്നീട് നമ്മുടെ എഡിസ്പ്ലസിൻ്റെ തിയേറ്ററിൻ്റെ ഇൻട്രോ കാണിച്ച് പലവട്ടം കണ്ടിട്ടുണ്ട്, കുറേ വട്ടം. ഐ ഹാവ് സീൻ ദിസ് എ മില്യൺ ടൈംസ്. പക്ഷെ എപ്പം കാണുന്നതും ആ ഒരു ത്രില്ല്, ആ ഒരു അഡ്രിനാലിൻ റഷ്, അതൊന്ന് വേറെ തന്നെയാണ്. ഹീമാൻ്റെ ട്രെയിലർ കാണിച്ചു. വിച്ച് വാസ് നൈസ്. തിയേറ്ററിൽ കാണാൻ പറ്റിയതിന് ആ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആഗ്രഹമുണ്ട്. പിന്നീട് നമ്മളെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിക്ലൈനറിൻ്റെ കുറച്ച് ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളും കാണിച്ചു തന്നാണ് ഗൈസ്. ജസ്റ്റ് ഷോ ഓഫൊന്നുമല്ല, എന്നാൽ പോലും ജസ്റ്റ് സന്തോഷം. പിന്നെ ഞാൻ ആദ്യമായിട്ടൊന്നും റിക്ലൈനർ ഇരിക്കുന്ന പല സിനിമകളിൽ ഇരുന്നിട്ടുണ്ട്. അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ആദ്യം അപ്പോൾ ചിലർ കമൻറ്റ് ഇട്ടാലും നീ ആദ്യമായിട്ടാണ് അങ്ങനെ. ആദ്യമായിട്ടൊന്നും നമ്മൾ റിക്ലൈനറിലും ലക്സിനും ഗോൾഡൊക്കെ ഇരുന്നിട്ടുണ്ട് ഒരുപാട്. ഇത് നമ്മുടെ എഡിസ്പ്ലസിൽ പ്ലാറ്റിനം എന്നാണ് ഇതിനെ പറയുക. ഇതിന് ഫ്രണ്ടിലിരിക്കുന്ന ഗോൾഡിൽ A19 ആണ് എൻ്റെ സ്ഥിരം സീറ്റ്. പക്ഷേ ഇത്തവണ ഇതൊരു കിള്ളംപാടായതുകൊണ്ട് തന്നെ ഈ ചീസ് സീറ്റ് എടുത്തതാണ്. സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അസാധ്യ കംഫർട്ടബിളായിരുന്നു. സുഖമായിട്ട് കിടന്ന് സിനിമ കാണാൻ പറ്റി. സോ ഗൈസ്, പടം ഇൻ്റർവെല്ലായിട്ട് കിട്ടില്ല കേൾക്കാമെന്നുള്ള നല്ല വോയിസ് പറയാം. കിട്ടില്ല വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല വിഷ്വൽസ്, ഒരു രക്ഷയില്ല, വേറെ ലെവൽ. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് എന്നല്ല, ഇൻ്റർവെൽ ഇപ്പം നിർത്തിയാണ്. സോ എന്തായാലും പടം മൊത്തം കണ്ടിട്ടൊരു ഇത് പറയാം. പക്ഷേ എനിക്ക് ഇതുവരെ ഡിസപ്പോയിൻ്റൊന്നുമില്ല. അടിപൊളി, സാറ്റിസ്ഫൈഡ്, വേറെ ലെവൽ സയൻസ് ഫിക്ഷൻ എല്ലാം കിട്ടിയില്ലായിട്ടാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടിന്യൂയിങ്. ഇപ്പം ഇൻ്റർവെല്ലായി, എല്ലാവരും പുറത്തുപോയി, ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഹലോ ഗൈസ്, സോ ഞാൻ ഇവിടെ സിനിമ കഴിഞ്ഞു. പ്രോജക്റ്റ് ഹെയിൽ മേരി ഇവിടെ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്, കാരണം അവിടെ തിരക്കാണ്, ആൾക്കാർ ഇറങ്ങുന്നത്. സോ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞത് എനിക്ക് പറയുന്നത്, സെക്കൻഡ് ഹാഫ് ഫുള്ളി പടം ഒരു വിഷ്വൽ സ്പെക്ടക്കിളാണ്. ഇൻ്റർസ്റ്റെല്ലാറിനൊക്കെ വെച്ച് കമ്പയർ ആണെങ്കിൽ ഇൻ്റർസ്റ്റെല്ലാർക്കാണ് റെസ്റ്റിനാവും എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം അതിനെക്കാട്ടിയും സ്റ്റോറി വൈസും വിഷ്വലി ഭയങ്കരമായിട്ട് അപ്പീലിങ് ചെയ്യുന്ന സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ അടുത്ത് ഒരു 10 വർഷം, ഒരു ഈ ഡിക്കേഡിൽ ഇറങ്ങിയ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹോളിവുഡ് സിനിമയായിരുന്നു ഇത്. ആൻഡ് എല്ലാ ചെറുപ്പിനെ പോയി കാണാം. പിന്നെ ഞാൻ IMAX കാണാത്തതെന്ന് വെച്ചാൽ IMAXിന് ടിക്കറ്റിന് 600 രൂപയാണ്. പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ചിലവ് ഇതെല്ലാം. ഇതാകുമ്പോൾ റിക്ലൈനർ തന്നെ ഇരിക്കാൻ പറ്റും. പിന്നെ പോപ്കോണൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഷോർട്ട് വ്ളോഗ് ആവാം, ചെറിയൊരു വ്ളോഗ് തന്നെ ചെയ്യാം. പക്ഷേ എന്നാൽ പോലും ഒറ്റ ഫിലിം, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി മേക്കിംഗ്, അടിപൊളി ഡയറക്ഷൻ. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്. പല കട്ട്സ് ഉണ്ട്. കട്ട്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിക്ക് ആയിക്കോട്ടെ, ഒരു ക്യാപ്റ്റിവേറ്റ് ആയിട്ട് എൻഗേജ് ചെയ്ത് എലിവേറ്റ് ചെയ്യുന്ന എല്ലാം വേറെ ലെവൽ. അടിപൊളി ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രോജക്റ്റ് ഹെയിൽ മേരി. ആക്ച്വലി ഇതൊരു നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നോവൽ ഞാൻ വായിച്ചിട്ടില്ല, എന്നാൽ പോലും ഐ ലവ്ഡ് ഇറ്റ് മാൻ. ഈ വർഷം ഞാൻ 3-4 സിനിമ കണ്ടിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫിലിം സോ ഫാർ കണ്ടതിൽ വെച്ച്. ഇത്രയൊക്കെയാണ് ഷോർട്ട് വ്ളോഗായിരുന്നു. എനിക്കൊന്ന് ജസ്റ്റ് ഈ പടം കുറച്ചുകൂടി എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യണം, ഒരു അവയർനെസ് പോലെ കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വ്ളോഗും കൂടെ ചെയ്തത്. അപ്പം ബൈ ഗൈസ്, സീ യു ഓൺ അനദർ വ്ളോഗ്.